നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഒരു ദിവസത്തിനായി നന്ദി പറയുന്ന കർത്താവേ, അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവിൽ ബന്ധനമാക്കണേ, ആസക്തിയിലേക്ക് കട്ടണമേ. അന്ധകാരസത്തിലെ പിതാവേ, ഈ വചനം പേറുമ്പോൾ പിതാവെ എല്ലാവരും കണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവേ. മനുഷ്യൻ ഇന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെ അറിയുവാനും ശുഷ്കാന്തിയാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് പിതാവെ എല്ലാ വചനങ്ങളും കേട്ട് അത് രുചിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവിൽ യേശു നാമം തന്നെ ആമേൻ. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണ്ണമോ രത്നമോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കൃതരായിരിക്കരുത്. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവർത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. സ്ത്രീ നിശബ്ദമായും വിലയേറ്റത്തോടും കൂടെയും പഠിക്കട്ടെ. പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല. കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുന്നു. അന്നേരം അതായത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ കൈ ഉയർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ കൈ ഉയർത്തി പുരുഷന്മാർ കൊണ്ട സമയം ഇല്ല. അതിന് പകരം സ്ത്രീക്ക് മാത്രമാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്. രണ്ടാമത് എന്ന് ഞാൻ ആഗ്രഹിക്കും ആ വണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലഗ്നശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിഞ്ഞ തലമുടിയോ പൊന്നെ മുത്തേ വിലയേറിയ വസ്ത്രം കൊണ്ട് എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്നത്. സ്ത്രീകൾ വിരുതാവണ്ണം ഫൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അന്നേരം ഇത് ഞാനല്ല പറയുന്നത്, ജോൺ ജാക്കബ് അല്ല പറയുന്നത്, ദൈവം തമ്പുരാനാണ് പറയുന്നത്. ഉചിതമായ വസ്ത്രം ഇടണം. ഇന്ന് നമുക്ക് വസ്ത്രം ഉണ്ടോ? ഇന്ന് വസ്ത്രം തീരെയില്ല. പണ്ടുള്ള അമ്മച്ചിമാര് സാരി കടം മേടിച്ചാണ് കൊടുക്കുന്നത്. ഇന്നുണ്ടോ? ഇന്ന് വസ്ത്രങ്ങൾ മായമായ വസ്ത്രങ്ങളില്ല. ഇന്ന് വണ്ടിയെ കയറി കഴിഞ്ഞാൽ തല കുനിച്ച് കുമ്പിടുക. നമ്മുടെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ പറയും ജോൺ ബ്രദർ ഇത് മാത്രമേ കേൾക്കാറുള്ളൂ. ഈ ബൈബിളിൽ നിന്ന് എനിക്ക് പ്രാർത്ഥന കിട്ടിയ ഒരു സന്ദേശമായത്. എന്നാൽ നമ്മളെ സുബോധത്തോടു കൂടെ അങ്ങ് അലങ്കരിക്കണം. എന്നാൽ നമുക്ക് സുബോധം വേണം. നിങ്ങൾ മദ്യം അടിക്കുന്നതല്ല പറഞ്ഞത്. മക്കൾ ചെയ്ത ഡ്രസ്സുകൾ ഇടുമ്പോൾ അമ്മമാർ പിടിച്ചിട്ട് പറയും മോളെ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയണം. മോൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഇന്ന് മനുഷ്യൻ പാപത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ വസ്ത്രധാരണമാണ്. നമ്മുടെ വസ്ത്രധാരണം കൊണ്ടാണ് ഇന്ന് പാപത്തിലേക്ക് നമ്മൾ വീഴുന്നത്. അതിൽ നിങ്ങളൊന്ന് ചോദിച്ചേ, ഒരു മുറി ഡ്രസ്സും ഒരു മുറി ഫ്രണ്ട് വലിച്ചിട്ട് നടക്കാതെ ഫ്രണ്ട് മൊത്തം കാണിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമാണ്. നിങ്ങളെന്ന് പ്രസംഗിച്ചിട്ട് നമ്മൾ മൗനമായിട്ടിരുന്നിട്ട് കഥയില്ല. ഇന്ന് ഇറങ്ങാൻ സമയമായി. ചാട്ടാവാർ നമ്പരാൻ എടുത്തതിനോട് ചാട്ടാവാർ എടുത്തേ പറ്റൂ. ഇന്ന് ഉചിതമായ വസ്ത്രം ധരിക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? ഇന്ന് 250 രൂപ കൊടുത്താൽ വസ്ത്രം കിട്ടും. പണ്ടാണെങ്കിൽ സാരി എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അയലോക്കത്തുനിന്ന് കടം മേടിച്ചാൽ മാർ മറിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് മാർ മറിക്കാൻ സമയമില്ല ആൾക്കാർക്ക്. ഇന്ന് മാനമായിട്ട് വസ്ത്രം ധരിക്കാൻ സമയമില്ല. വല്ലം പറഞ്ഞാൽ തൂങ്ങി മരിക്കുന്നൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അടിസ്ഥാനം ദൈവത്തെ കൂട്ടിയെടുത്ത് പിള്ളേരെ വളർത്തണം. അന്നേരം ദൈവം തമ്പുരാൻ നമ്മളെ നടത്തും. എല്ലാം ദൈവം തമ്പുരാൻ നടത്തും. അതാണ് തമ്പുരാൻ പറയുന്നത്. അതായത് പിന്ന തലമുടിയോ പൊന്നെ മുത്ത വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്നത്. പൊന്നോ മുടിയോ ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, വേണം. പക്ഷേ ഈ അലങ്കാരമായി എല്ലാ കോനാമ്പീറ്റ കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുമ്പോഴാണ് നമുക്ക് പലതും തോന്നുന്നത്. ഈ ആകർഷണമാണ് ഏറ്റവും നല്ലത്. ഈ ആകർഷണം എടുത്തു കളയുമ്പം നമ്മൾ മാന്യമായി ഒന്ന് നടന്നേ. മാന്യമായി നടക്കാത്തതുകൊണ്ട് ഇന്ന് പാപത്തിൻ്റെ 190% ആൾക്കാർ ഇന്ന് പാപത്തിൽ വീഴുന്നത് എങ്ങനെയാണ്? നമ്മുടെ വസ്ത്രധാരണോ? നമ്മുടെ വസ്ത്രധാരണം കൊണ്ടൊന്ന് നോക്കിയാൽ നല്ലോണം നടക്കാൻ പോകുമെന്ന് മാറും മറച്ചും. അതായത് നല്ലോണം മുണ്ട് ഇറുകി പിടിച്ച ഡ്രസ്സ് ഇടാതിരിക്കുക. അതുപോലെ ജീൻസ് ഇട്ട് നീ നടന്നോ? ഇത് മനുഷ്യനെ മറയ്ക്കാനാണ് ഈ മനുഷ്യന് തുണി വെച്ചേക്കുന്നത്. ഇത് മാന്യമായിട്ട് മറയ്ക്കണം. വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇന്ന് തല കുനിച്ച് ഞങ്ങൾ കുമ്പിട്ട് മാറുക. ഇന്ന് പെൺപിള്ളേരാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കോളേജിലെ പ്രൊഫസർ പറയുന്നത് എന്തുവാ? അച്ചായ ആൺപിള്ളേരെ പോറ്റാൻ പെൺപിള്ളേരെ പോറ്റാൻ പറ്റത്തില്ലെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളെല്ലാം പന്നലാന്നല്ല പറഞ്ഞത്. നമ്മൾ നല്ല മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ഉണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞു. ബൈബിളിലാണ് പറയുന്നത് ഇത്. അന്നേരം ഉചിതവണ്ണം ഫൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കുക. സ്ത്രീ മൗനമായിരിക്കുന്നത് പൂർണ്ണ അനുസരണത്തോടു കൂടി പഠിക്കട്ടെ. സ്ത്രീ മൗനമായിട്ടായിരിക്കാനാണ് പറഞ്ഞേക്കുന്നത് തമ്പുരാൻ. അതാണോ? ഇന്ന് പുരുഷന്മാരാ മൗനം. സ്ത്രീകളെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പുരുഷന്മാരാ മൗനമായിട്ടിരിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാ പീഡിപ്പിക്കപ്പെടുന്നത്, സ്ത്രീകളല്ല. നേരെ തിരിഞ്ഞു പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് പീഡിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്. എന്നാൽ അതുകൊണ്ട് നമ്മൾ ഉചിതവണ്ണം ഫൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിച്ചിരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരിക്കുന്ന പൂർണ്ണ അനുസരണത്തോടു കൂടി പഠിക്കട്ടെ. മൗനമായിരിക്കുവാൻ അല്ലാതെ ഉപദേശിക്കുവാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നതല്ല. കേൾക്കുന്നുണ്ടോ?
ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ നോക്കിയേ, മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ 4 കാര്യം പറയും, 5 കാര്യം പറയും, 8 കാര്യം പറയും. ഇന്ന് പുരുഷന്മാർ മൗനമാണ്. നീ കുമ്പിട്ട് നിൽക്കാനാ പറഞ്ഞത്. ഇന്ന് കുമ്പിട്ടാണ്, പുരുഷന്മാർ കുമ്പിട്ട് ഇരിക്കുമോ? ഇപ്പം സ്ത്രീകളല്ല കുമ്പിട്ടിരിക്കുന്നത്. ദൈവം തമ്പുരാൻ സ്ത്രീ നല്ലതാ. ഒരു വീടിൻ്റെ വിളക്കാ സ്ത്രീ. അമ്മ മദർ തെരേസ, ഇതെല്ലാം മാതാവാ, സ്ത്രീകളാ. നേരം അതായത് സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ട് എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടും പാർക്കുന്നെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. കേട്ടോ വല്ലതും പറഞ്ഞത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് തമ്പുരാൻ പറയുന്നത്, പുരുഷന്മാർ മേൽ അധികാരം നടത്തുന്നവരോ ഞാൻ സ്ത്രീയെ അനുവദിച്ചിട്ടില്ല. ഇന്നങ്ങനാണോ? എന്നുവെച്ചാൽ അതിനെ വരെ സ്ത്രീകൾ പോയേക്കുക. സ്ത്രീകൾക്ക് തുല്യ അനുവാദം കൊടുത്തേക്കുക എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ തുല്യത നടക്കുക. തെറ്റുകൾ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പോകുന്ന സ്ത്രീകളാണ്. അവർ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്കി പൊക്കി എടുക്കുക. ഒന്നും പറയണ്ട. സ്ത്രീകള് കൊണ്ടുപോയി കേസ് കൊടുക്കാണ്ട് ഒരു പ്രൊഫസറിനെ കണ്ടില്ലയോ, കോപ്പി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺപിള്ളാരെ കൊണ്ട് എത്ര വർഷം കിടന്നു? 12 വർഷം അകത്ത് കിടന്നു. ഇന്ന് പുരുഷന്മാർക്ക് നിവൃത്തിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. സ്ത്രീകൾ വല്ലതും ചെയ്തു കൊഴിഞ്ഞു കഴിഞ്ഞാൽ പോവുക, കേസ് കൊടുക്കുക, അവരകത്താവും. അതാണ് സ്ത്രീ പീഡനമല്ല പുരുഷ പീഡനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മൗനമായിട്ടൊന്നും ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ബ്രദറിന്റെ പ്രസംഗം നാളെ മുതൽ കേട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഉള്ള കാര്യം ജോൺ ജാക്കബ് പറയും. അതായത് സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടു, ലംഘനത്തിലകപ്പെട്ട എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോട് പാർക്കുന്ന എങ്കിലും അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലയോ? നല്ലവനായ സ്വർഗപിതാവേ, ഓണവേല പിതാവേ, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്ന കർത്താവേ. കർത്താവേ, നമ്മുടെ ദൈവമേ എത്ര വണ്ണം മരണം വഴിയായി കടന്നുപോയി. അതിന് മുന്നിൽ ആഹാരം തന്നെ, വസ്ത്രം തന്നെ, തീറ്റി പൊന്നായി നിന്നെ കൃപയോടുകൂടി നടത്തിയനായി നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് ദൈവമേ എത്ര ഓണം, കഴിഞ്ഞ പ്രാവശ്യം ഓണം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പലരും ഓണമില്ല കർത്താവേ, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയല്ലോ കർത്താവേ. ഇവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നവരെന്ന് പറഞ്ഞ എൻ്റെ കർത്താവ്. പരിശുദ്ധാന അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, അസ്വസ്ഥകളെ അന്ധകാരങ്ങളെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. പിതാവിനെ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളായി ഇവരെല്ലാം നിൻ്റെ കരങ്ങളിൽ നിന്ന് പിതാവെ. ഇന്ന് വിവാഹപ്രായത്തിൽ യുവതി യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആഹാരമില്ലാതെ വസ്ത്രമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജപ്തി നോട്ടീസ് കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഞ്ചാവ് മയക്കുമരുന്നവരെ അടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാം മാനസാന്തരം കൊടുക്കും. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളായി വളരുവാൻ വരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ, അന്ധകാരശക്തിയെ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ, പിതാവെ അനുഗ്രഹിക്കണേ. ദൈവമേ വചനം കേൾക്കുമ്പോൾ അനേകർ എത്തുവാനുള്ള കൃപ കൊടുക്കണം. യേശുനാമത്തിൽ തന്നെ ആമീൻ.